क्लास 9 इकाई 2 फर्स्ट लेसन जिस गली में मैं रहता हूँ. Before starting the video, if you want more videos, please write which class and chapter name. क्लास തുടങ്ങാം. अंग्रेज़ों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया. അംഗ്രേസോ പറഞ്ഞ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വെള്ളക്കാർ. അവർ പണ്ടത്തെയാണ് പറയണത്. അവർ ഡൽഹിയിലേക്ക് വന്നപ്പോഴേക്കും സീതേ സാധേ പറഞ്ഞ സാധാരണക്കാരായ ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി. ഉन्होंने गरीबों के घर भी जला दिए. അവർ പാവപ്പെട്ടവരുടെ വീടുകളും കത്തിക്കാൻ തുടങ്ങി. ഗോരോं के डर से दिल्ली वालों में भगदड़ मच गई. ഈ വെള്ളക്കാരുടെ പേടി കാരണം ഡൽഹിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു നെട്ടോട്ടം ഓടി എന്നാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ തുടങ്ങി. എന്താ ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ ഓടാൻ തുടങ്ങി. अपनी अपनी जान बचाकर वे भाग निकले. സ്വയം ജീവൻ രക്ഷിക്കാനായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓടാൻ തുടങ്ങി. ജിസ് ഗലി മേ മേ രഹത്താ ഹോ ഉസ്മേ സിർഫ് 10-12 ഘർ थे. ഇത് ഒരു ഡയറിയാണ്. അപ്പോൾ ഇത് എഴുതണ മിർജ ഗാലിബാണ് എഴുതണത്. അപ്പോൾ അവർ താമസിക്കുന്ന ജിസ് ഗലി മേ മേ രഹത്താ ഹോ പറഞ്ഞാൽ അവർ താമസിക്കുന്ന ആ തെരുവുകളുണ്ടല്ലോ, ആ തെരുവിൽ ഉസ്മേ സിർഫ് 10-12 ഘർ थे. അവിടെ വെറും 10-12 വീടുകളായിരുന്നു ഉള്ളത്. ഗലി മേ ഘുസ്നെ കാ സിർഫ് ഏക് ഹി രാസ്ത ഥാ. ആ എന്താ വഴിയിൽ, ആ ഒരു തെരുവിൽ കയറാനുള്ള ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഹാ കോയി കുവാ നഹി ഥാ. അവിടെ കിണറൊന്നും ഉണ്ടായിരുന്നില്ല. जो लोग भाग नहीं पाए उन सब ने मिलकर गली का दरवाज़ा भीतर से बंद कर दिया और वहाँ पत्थर रख दिए. ഓടാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആ ഒരു വഴിയിൽ, ഒരു വഴിയല്ലേ ഉള്ളൂ, അപ്പോൾ അവിടുത്തെ ആ വാതിൽ അവർ കൊട്ടിയടിച്ചിട്ട് അവിടെ ഒരു വലിയ കല്ല് വെച്ചു, നമ്മൾ ഡ്രോയിങ്ങിൽ കാണുന്ന പോലെ. घरों में खाने पीने का जितना सामान था धीरे धीरे ख़त्म होने लगा. വീട്ടിൽ എത്രയൊക്കെ കഴിക്കാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ മെല്ലെ മെല്ലെ തീരാൻ തുടങ്ങി. പാനിക്ക് ബഡി ദിക്കത്ത് थी. വെള്ളം കുടിക്കാനും ഭയങ്കര പ്രശ്നമായിരുന്നു. വെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു. ലോഗ് ബഡി സാവധാനി സെ ആഹിസ്ത ആഹിസ്ത ഉസ് പാനി കോ പീ രഹേ ഥേ. പിടിച്ചു വെച്ച വെള്ളത്തിന് ആൾക്കാർ ഭയങ്കര ആഹിസ്ത ആഹിസ്ത പറഞ്ഞാൽ മെല്ലെ മെല്ലെ സൂക്ഷിച്ചൊക്കെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ലേക്കിൻ ആഖിർക്കാർ വേ ഗഡേ ബി ഖാലി ഹോ ഗए. പക്ഷേ എത്ര ദിവസം എന്ന് വെച്ചാലാണ് ലാസ്റ്റ് ആ വെള്ളവും തീർന്നുപോയി. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे समय काटते रहे. ഇങ്ങനെ തന്നെ അവസ്ഥയിൽ അവർ 2 പകലും 2 രാത്രിയും വിശപ്പോടെ പോയി. ആ സമയം അവരുടെ പോയി. ലേക്കിൻ ജബ് പ്യാസ് ബർദഷ്ത് നഹി ഹുയി. ഈ ഒരു ദാഹം അവരെ കൊണ്ട് സഹിക്കാനാവാത്ത സമയത്ത്, ബർദഷ്ത് പറഞ്ഞാൽ സഹിക്കാനാവാത്ത സമയമായപ്പോൾ തോ പരേശാൻ ലോഗോനെ ഗലി കാ ദർവാസ ഖോൽ ദിയ. ആ ഒരു വഴി, ആ ഒരു ഗേറ്റ് അവർ ലാസ്റ്റ് തുറന്നു. വേ പാനി കി തലാഷ് മേ ബർത്തൻ ലേക്കർ നിക്കൽ പടേ. അവർ വെള്ളം എവിടെയെങ്കിലും കിട്ടുമോ എന്ന് തിരഞ്ഞിട്ട് അവർ പാത്രം കൊണ്ട് ഇറങ്ങി. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക് കഹി നഹി ഥാ. പക്ഷേ വെള്ളം എവിടെയും ഉണ്ടായിരുന്നില്ല. ഷോറ ബാരൂദ് ബനാനെ കെ കാം മേ ആത്താ ഹെ. ഷോറ ബാരൂദ് എന്ന് പറഞ്ഞാൽ വെടിമരുന്ന് ഉണ്ടാക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഉസി ഷോറെ കാ പാനി ജബ് ആസ്പാസ് മിലാ തോ ഗലി വാലെ ഉസ് പാനി കോ ഘറോ മേ ലേ ആയി. ആ വെടിമരുന്ന് ഉപയോഗിക്കേണ്ട ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, അവർ വെടിമരുന്ന് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണ് അവർക്ക് കിട്ടിയത്. അതാണ് അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വേ ജഹരീലെ പാനി കോ പീക്കർ ഹി ഉനോനെ പ്യാസ് ബുജായി. ആ ഒരു വെടിമരുന്ന് ഉണ്ടാക്കിയ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, വെടിമരുന്നിന് ഉപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ വെടിമരുന്ന് ഉണ്ടാക്കാൻ വെച്ചൊക്കെ വെള്ളം, അത് ഒരു വിഷം ഉള്ള വെള്ളമാണല്ലോ, അത് വെച്ചിട്ടാണ് അവർ അവരുടെ ദാഹം മാറ്റിയത്. വേ പാനി ഇത്ന കടുവ और बदबूदार था कि लगा जैसे पानी नहीं मौत पी रहे हैं. ആ വെള്ളമാണെങ്കിലോ കടുവ ബദ്ബുദാർ. കടുവ പറഞ്ഞാൽ കഷ്പും, ബദ്ബുദാർ പറഞ്ഞാൽ മണമുള്ളതും. ഭയങ്കര മണമുള്ളതും ഭയങ്കര കഷ്പുള്ള വെള്ളമായിരുന്നു. ഒരു വെള്ളം കുടിക്കണ പോലെയല്ല, ഇത് കുടിച്ചാൽ മരിച്ചു പോകും എന്നുള്ള അവസ്ഥയിലാണ് അത് കുടിച്ചുകൊണ്ടിരുന്നത്. ഏക് ദിൻ ബർസാത്ത് ഹുയി. ഒരു ദിവസം മഴ പെയ്തു. ഖൂബ് പാനി ബർസ. ഭയങ്കര വെള്ളമൊക്കെ ആയിരുന്നു. ഹംനെ ഏക് ചാദർ ബാന്ധ്ലി ഓർ ഏക് മട്ക ഉസ്കെ നീച്ചെ റഖ് ദിയ. അവരൊരു പുതപ്പ് കെട്ടി, എന്നിട്ട് അതിൻ്റെ താഴെ ഒരു മട്ക പറഞ്ഞ
ഒരു മൺപാത്രം ഉണ്ടല്ലോ അത് വെച്ചു. വേ പാനി ഹി ഉസ് വക്ത് ഹമാരെ ലിയെ സബ്സി ബഡി ദൗലത്ത് थी. ദൗലത്ത് പറഞ്ഞാൽ സമ്പാദ്യം. ആ ഒരു വെള്ളം അത്രയ്ക്ക് അത്യാവശ്യമായ കാരണം ആ ഒരു വെള്ളമായിരുന്നു അവരുടെ ആ സമയത്തെ ഏറ്റവും വലിയ സമ്പത്ത്. असली मुसीबत 5 ഒക്ടോബർ 1857 को आई. ആ ഒരു ടൈമാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത്. ജബ് കുച്ച് അംഗ്രേസ് മേരെ ഘർ മേ ഘുസ് ആയേ. എൻ്റെ വീട്ടിൽ കുറച്ച് വെള്ളക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വന്നത്. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर लिया. എൻ്റെ കൂടെ എൻ്റെ 2 മക്കളെയും വീട്ടിലെ വേലക്കാരെയും അടുത്തുള്ള നെയ്ബേഴ്സിനെയും അവർ അറസ്റ്റ് ചെയ്തു. വഹാ സെ കുച്ച് ദൂരി പർ കേണൽ ബ്രൗൺ നാം കാ ഏക് അംഗ്രേസ് അഫ്സർ था. അവിടെ കുറച്ച് ദൂരത്തായിരുന്നു ഒരു കേണൽ ബ്രൗൺ പറഞ്ഞ ഒരു ഓഫീസർ. गिरफ्तार किए गए लोग एक एक कर उसके सामने पेश किए जा रहे थे. ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാർ ഓരോരുത്തരായിട്ട് അവരുടെ മുമ്പിൽ പോയി നിന്നു. ബ്രൗൺ കാ ചെഹറ സുർക്ക് था. സുർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്ന് തുടുത്ത ഒരു ടൈപ്പ് ഓഫ് മുഖമായിരുന്നു. ആഖേ ബി ലാൽ ലാൽ थी. കണ്ണും ഭയങ്കര ചുവന്നിരിക്കുകയായിരുന്നു. ഉസ്കി ഊഞ്ചായി 6 ഫുട്ട് സെ ബി ज़्यादा थी. അവരുടെ ഹൈറ്റ് പറയണത് 6 ഫീറ്റിനേക്കാളും വലിയ ഒരു ഹൈറ്റായിരുന്നു. ഉസ്നെ മുത്സെ പൂച്ച ആപ് ക്യാ കർത്തെ ഹേ. അപ്പോൾ ഇയാളുടെ സമയം മിർസ ഗാലിബിൻ്റെ സമയമായപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്. അപ്പോൾ മിർസ ഗാലിബ് മേനെ കഹ ഉറുദു മേ കവിത ലിഖ്താ ഹൂँ. ഉറുദുവിൽ കവിതകൾ എഴുതും. തും തോ പോയറ്റ് ഹോ. ഉസ്നെ കഹ നിങ്ങളൊരു പോയറ്റാണല്ലോ. മേനെ സിർ ഹിലാക്കർ ഹാമി ഭരി ഹാ. അപ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹാ എന്ന് പറഞ്ഞിട്ട് അതേ എന്ന രീതിയിൽ അവർ തലയാട്ടി. അതാണ് ഹാമി ഭരി. എന്നിട്ട് പറഞ്ഞു ഹാ. മേരെ ജവാബ് സെ ബ്രൗൺ കോ ഖുഷി ഹുയി. അത് കേട്ടതും കേണൽ ബ്രൗണിന് ഭയങ്കര സന്തോഷമായി. ഉസ്നെ അപ്നെ സിപ്പാഹിയോ കോ ഹുക്മ ദിയ. അപ്പോൾ അവരുടെ ആ സോൾജേഴ്സിൻ്റെ അടുത്ത് ഓർഡർ കൊടുത്തു. ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പിസ് ചോടാവോ. പോയിട്ട് എന്ന് കേട്ടപ്പോഴേക്കും മിർസ ഗാലിബിനെ സോൾജേഴ്സിൻ്റെ അടുത്ത് ഓർഡർ കൊടുത്തു ഇവരെ ആദരവോടെ തന്നെ വീട്ടിലേക്ക് അയച്ചു വിടൂന്ന്. मैंने कर्नल ब्राउन से निवेदन किया कि मेरे साथ गिरफ्तार किए पड़ोसी बेहद सीधे सादे लोग हैं. അപ്പോൾ ഇയാളെ വിട്ടയക്കുന്ന സ്ഥിതിക്ക് ഇയാൾ റിക്വസ്റ്റ് ചെയ്തു എൻ്റെ കൂടെ അറസ്റ്റ് ചെയ്ത എൻ്റെ നൈബേഴ്സും ഭയങ്കര സാധാരണക്കാരായ ആൾക്കാരാണ്. ഉനെ ബി റിഹാ കർ ദിയാ ജായ്. അവരെയും വിട്ടയക്കുക. യേ ലോഗ് ബി കവിത കർത്തേ ഹേ. അവരും കവിതകൾ എഴുതും. मैंने कहा. കേണൽ ने उनको भी घर जाने की इजाज़त दे दी. അവരെയും കൂടി ഒപ്പം വിടാനുള്ള ഓർഡർ കൊടുത്തു അല്ലെങ്കിൽ പെർമിഷൻ കൊടുത്തു. ഇജാസത്ത് പെർമിഷൻ. इस तरह कविता के कारण उस रोज़ करीब 50 ആദ്മിയോं की जाने बच गई. ഈ കവിതയുടെ കാരണം ആ ദിവസം ഒരുവിധം 50ഓളം ആൾക്കാരെ വിട്ടയച്ചു. ഹം ഗലി വാലോ ने तो किसी तरह अपने प्राण बचा लिए. ഞങ്ങൾ ഈ തെരുവിൽ താമസിക്കുന്നവർ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. മഗർ मैं उन हज़ारों अभागे दिल्ली वालों के बारे में क्या कहूँ. അഭാഗെ പറഞ്ഞ നിർഭാഗ്യമായ ആൾക്കാരെ കുറിച്ച് ഞാൻ എന്താ പറയുക. जो हवालात और कैद खाने में बंद कर दिए गए हैं. ഹവാലാത്ത് കസ്റ്റഡി, कैद खाने ജയിൽ. കസ്റ്റഡിയിലിരിക്കണവരും ജയിലിൽ കിടക്കണവരെ കുറിച്ച് ഞാൻ എന്ത് പറയും. ജയിൽ ഷെഹർ സെ ബാഹർ थी और हवालात दिल्ली के भीतर. ജയിൽ ദില്ലിയുടെ വെളിയിലുമായിരുന്നു, കസ്റ്റഡി ഡൽഹിയുടെ ഉള്ളിലുമായിരുന്നു. इन दोनों ही जगहों में बेशुमार बेगुनाहों को ठूस ठूस कर भर दिया गया था. ഈ 2 സ്ഥലത്തും ബേഷുമാർ ബേഗുനാഹും പറഞ്ഞ നിരപരാധികളായവരെ ठूस ठूस कर ഭയങ്കരമായിട്ട് കുത്തി നിറച്ചിരിക്കുകയായിരുന്നു ഓരോ ജയിലുകളിലും ഓരോ സ്ഥലത്തും. इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो. ഇത്രയും കുത്തി നിറച്ചത് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിൽ തന്നെ ഒരാളിരിക്കണ പോലത്തെ അത്രയ്ക്കും അതായിരുന്നു. സാസ് ലേനെ മേ ഭി ദിക്കത്ത് ഹോ രഹി थी. കുത്തി നിറച്ച കാരണം ശ്വാസം എടുക്കാനും കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. इन दोनों ही कैद खानों के बंदियों को बाद में फांसी दे दी गई. ഈ 2 സ്ഥലത്തിലത്തെ ആൾക്കാരെ തടവുകാരെ അവസാനം തൂക്കിക്കൊല്ലുകയായിരുന്നു. നെയ് മാലൂം കിത്നെ ലാഖ് ലോഗ് മാർ ഡാലേ ഗए. അറിയില്ല എത്ര ലക്ഷം പേരെയാണ് കൊന്നത്. ദില്ലി മേ അബ് കുച്ച് ഹി 1000 ലോഗ് ബച്ചെ ഹോंगे. ഒരു 1000 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി. ബാക്കി സബ് അംഗ്രേസോ കെ ഗുസ്സേ കാ ശിക്കാർ ഹോ ഗए. ബാക്കി എല്ലാവരും ഈ ബ്രിട്ടീഷുകാരുടെ ദേഷ്യത്തിൽ പെട്ടുപോയ ആൾക്കാരാണ് ഇനിയിപ്പോൾ.
ബച്ചെ സിർഫ് വോ ജോ ദില്ലി സെ ഭാഗ് ഗയെ. രക്ഷപ്പെട്ട ആൾക്കാർ മാത്രമേ ഇനി അവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ആര്? ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയ ആൾക്കാർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. വേ ലോഗ് ഖുഷ് കിസ്മത്ത് थे. അവർ ഭയങ്കര ഭാഗ്യശാലികളായിരുന്നു. വർണ്ണ ഉനെ ബി ഫാസി ദേ ദി ജാതി. അല്ലെങ്കിൽ അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. ദില്ലി മേ രഹന ഹി ഉൻ ദിനോ മാനോ അപ്രാധ് ഹോ ഗയാ ഹെ. ഡൽഹിയിൽ താമസിക്കുന്നത് തന്നെ ആ സമയത്തെ ഒരു കുറ്റം ആയിട്ടാണ് കരുതിയിരുന്നത്. मेरी पहचान का बिश्ती था चिराग अली. बिश्ती പറഞ്ഞ വെള്ളം ചുമക്കുന്ന ആൾ. ആ സമയത്ത് ഒരു എന്താ പറയുക, നമ്മളുടെ ലെതർ ബാഗ് പോലത്തെ ഒരു ബാഗിൽ വെള്ളം ഒക്കെ കളക്ട് ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുക്കാനും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ആളുണ്ടായിരുന്നു. അതാണ് ഈ ബിഷ്തി, വെള്ളം ചുമക്കുന്ന ആൾ. ചിരാഗ് അലി ആയിരുന്നു അയാളുടെ പേര്. ബേഹദ് സീതാ സാധാ ആദ്മി, വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. रोज़ सुबह शाम नहर का पानी अपने मश्क में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. എന്നും രാവിലെ നെഹർ കാ പാനി പറഞ്ഞ തോട്ടിലെ വെള്ളം അവരുടെ ആ ലെതർ ബാഗ് ഉണ്ടല്ലോ, അതാണ് മഷ്ക്, അതിൽ നിറയ്ക്കും. എന്നിട്ട് അല്ലാഹ് ഗുൺ ഗാത്ത, ഭഗവാന്റെ പേരും പറഞ്ഞിട്ട് സടക്കോം കോ സീഞ്ചാ കർത്ത, റോഡിനെ നനയ്ക്കുകയായിരുന്നു. खाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रहता. കഴിക്കാൻ വേണ്ടിയിട്ട് ഏത് ഉണങ്ങിയ സാധനം അല്ലെങ്കിൽ വരണ്ട സാധനം കിട്ടിയാലും അതിൽ അവർ ഹാപ്പി ആയിട്ട് സ്വന്തം കാര്യം ചെയ്തുകൊണ്ടിരുന്നു. एक रोज़ दिल्ली के बड़े हाकिम वरना ऑफिसर हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे. ചിരാഗ് അലി സടക് സീഞ്ച് റഹാത്ത. ഒരു ദിവസം ബഡേ ഓഫീസർ ഹഡ്സൺ സാഹബ് എന്ന ഓഫീസർ ആ റോഡിൽ കൂടെ സ്വന്തം ഹോഴ്സ് കാർട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ചിരാഗ് അലി അവിടെ റോഡിനെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. उसने हडसन साहब को सलाम नहीं किया, ईश्वर के गुण गाता रहा. അവർ ഹഡ്സൺ സാഹബിനെ വിഷ് ചെയ്തില്ല. റോഡ് നനയ്ക്കുമ്പോൾ അല്ലാവിൻ്റെ പാട്ട് പാടുമല്ലോ, അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. हडसन साहब को जो गुस्सा आया, उन्होंने अपनी तलवार से अभागे चिराग अली का पेट चीर डाला और उसकी लाश दिल्ली दरवाजे पर टांग दी. ഈ ഒരു കാരണം കൊണ്ട് ഹഡ്സൺ സാഹബിന് ദേഷ്യം വന്നു. അവരവരുടെ തൽവാർ, അവരുടെ വാളെടുത്തിട്ട് അഭാഗെ, നിർഭാഗ്യവനായ ചിരാഗ് അലിയുടെ വയറിനെ മുറിച്ചു. എന്നിട്ട് അവരുടെ ആ ലാഷ് പറഞ്ഞ ചിരാഗ് അലിയുടെ ആ ഒരു ശവം ദില്ലിയുടെ മെയിൻ ഗേറ്റിൽ അവർ തൂക്കിയിട്ടു. इन्हीं हडसन साहब ने बादशाह बहादुर शाह जफ़र के दोनों बेटों शाहजहाँ फजल और मिर्ज़ा अबू बकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. ഇതേ ഹഡ്സൺ സാഹബാണ് രാജാവായ ബഹാദുർ ഷാ ജഫറുടെ രണ്ട് മക്കളായ ഷാജ ഫസലിനെയും മിർസ അബൂബക്കറിനെയും വെട്ടിക്കൊന്നിട്ട് അവരുടെ ശവങ്ങൾ അല്ലെങ്കിൽ അവരുടെ തല ദില്ലിയുടെ വലിയ ഗേറ്റിൽ കെട്ടിത്തൂക്കി. ഹഡ്സൺ കോ ഹിന്ദുസ്ഥാനിയോ കാ ഖൂൻ കർനെ മേ ബഡാ മസ ആത്താ താ. ഈ ഒരു ഓഫീസറിന് ഹിന്ദുസ്ഥാൻ്റെ ആൾക്കാരെ അല്ലെങ്കിൽ ഭാരതത്തിലെ ആൾക്കാരെ കൊല്ലാൻ ഭയങ്കര രസമായിരുന്നു. മേരെ പടോസ് മേ ഏക് ഗരീബ് ഔറത്ത് മെഹറുനിസ രഹത്തി തി. എൻ്റെ നൈബറായിരുന്നു ഒരു മെഹറുനിസ. ഉസ്കെ പതി കാ മൗത് കോ 7 സാൽ ഹുവേ ഹെ. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. അക്കേലി ഔറത്ത്, ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ദൂസറോ കെ ഘർ മേ ഝാഡു ലഗാക്കർ കിസി തരം സെ അപ്നി ഗുസർ ബസർ കർത്തി തി. മറ്റുള്ളവരുടെ വീട്ടിൽ അടിച്ചുവാരിയിട്ടായിരുന്നു അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. लेकिन जब घर ही नहीं रहे, बस्ती की बस्तियाँ जला दी गई तो मेहरुनिसा काम न मिलने से भूखों मरने लगी. അതായത് വീടൊക്കെ കത്തിച്ച് കളഞ്ഞില്ലേ, അവരൊക്കെ നശിപ്പിച്ച് കളഞ്ഞപ്പോൾ വീടുകളൊന്നുമില്ലല്ലോ, അപ്പോൾ അവർ ഒന്നും കിട്ടാണ്ട് അവർ വിശന്ന് മരിക്കാൻ തുടങ്ങി. आज उसके यहाँ मैंने 10 रोटियाँ पहुँचाई. അവരുടെ വീട്ടിൽ ഞാൻ ഇന്ന് 10 റൊട്ടി കൊടുത്തു. दूसरी जो 10 रोटियाँ बची उससे मेरे दोनों बेटों और नौकरों का काम चला. ബാക്കി 10 റൊട്ടി എൻ്റെ കുട്ടികൾക്കും വേലക്കാർക്കും അത് ഉപകരിക്കപ്പെട്ടു. മേരെ ഹിസ്സേമേ 1.5 റൊട്ടി ആയി. എനിക്ക് ലാസ്റ്റ് വന്നത് ഒരു 1.5 റൊട്ടി. ഫിർ ബി തസല്ലി थी कि मेरी रोटियों से മെഹറുനിസ और उसकी 2 बेटियों की भूख तो बुझी. പക്ഷേ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തയച്ച റൊട്ടി കൊണ്ട് മെഹറുനിസയും അവരുടെ 2 കുട്ടികൾക്കും അതൊന്ന് വിശപ്പ് അടക്കാൻ സഹായിച്ചു എന്നാണ്. മേരാ ക്യാ, മേരി തോ ഭൂക്കാർ രഹനയ്ക്ക് ആദത്ത് ഹി ഹോ ഗൈ. എനിക്ക് ഇതൊക്കെ ഒരു ശീലം ആയിപ്പോയി.
മേരാ പടോസി ഹീര സിംഗ് एक नौजवान था ഒരു ചെറിയൊരു മനുഷ്യനായിരുന്നു, അതായത് യുവക്, യങ് മാൻ ആയിരുന്നു ഹീര സിംഗ്. വേ മുझे ഹിമ്മത്ത് ബാന്ധ്താ था, അവർ എനിക്ക് ധൈര്യം തന്നുകൊണ്ടിരുന്നത്. इस आधे वीरान और आधे आबाद शहर में शिवजी राम भी तो है जो मुझसे कहते हैं कि मुसीबत के ये दिन कभी ना कभी तो ख़त्म होंगे. ഈ പകുതി ജീവനുള്ളതും പകുതി ശൂന്യമായ ഈ ഷെഹർ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത്, ടൗണിൽ ശിവജി റാം മാത്രമാണല്ലോ എൻ്റെ അടുത്ത് പറയുക, ഈ ഒരു പ്രശ്നവും മുസീബത്ത് കെ യേ ദിൻ, ഈ ഒരു പ്രശ്നങ്ങളുള്ള ഈ ഒരു ദിവസവും കബീന കബി തോ ഖത്തം ഹോങ്കെ, എപ്പോഴെങ്കിലും ഇതിനും ഒരു എൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതും എപ്പോഴെങ്കിലും തീരും. उनका लड़का बाल मुकुंद मुझे अपने पिता की तरह चाहता है. അവരുടെ കുട്ടി ബാൽ മുകുന്ദ് അവനും എന്നെ ഒരു അച്ഛനായിട്ടാണ്. जब मैं बीमार पड़ा, बाल मुकुंद अंग्रेज सिपाहियों की नज़रों से बचते बचाते एक हकीम को मेरे पास ले आया. എനിക്ക് വയ്യാണ്ടായപ്പോൾ ആ ബാൽ മുകുന്ദ് ബ്രിട്ടീഷ് സോൾജേഴ്സിൻ്റെ കണ്ണ് വെട്ടിച്ച് ഒരു ഹക്കീമിനെ കൊണ്ടുവന്നു. ഹക്കീം കി ദവാ സെ മേരി ജാൻ ബച്ചി, അവർ തന്ന മരുന്ന് വെച്ച് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. മുझे ജിന്ദഗി ബാൽ മുകുന്ദ് കി മദദ് സെ ഹി വാപ്പസ് മിലി, ബാൽ മുകുന്ദിൻ്റെ സഹായത്തോടെയാണ് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. दूर के दोस्तों में मेरठ के ഹരിഗോപാൽ തുഫ്ത है, എൻ്റെ ദൂരത്തുള്ള കൂട്ടുകാരിൽ ഒരാളായിരുന്നു മീരട്ടിലത്തെ ഹരിഗോപാൽ തുഫ്ത. വേ ഷായരി കർത്തേ थे, അവരും കവിത എഴുതിയിരുന്നു. उन्होंने मुझे अपने घर मेरठ से नकद रुपया भेजा है, അവർ അവരുടെ വീട്ടിൽ നിന്ന് നക്കദ് റുപ്പയ പറഞ്ഞാൽ കുറച്ച് പണം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. गेहूं की कुछ बोरियां भी तुफ्ता के आदमी मेरे घर रख गए हैं. गेहूं പറഞ്ഞാൽ ഗോതമ്പിൻ്റെ കുറച്ച് ചാക്കുകളും തുഫ്തയുടെ ആൾക്കാർ വന്ന് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഉനോനെ കെഹല ഭേജ ഹെ, കെഹല ഭേജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞയച്ചിട്ടുണ്ട്. മേ ഫിക്കർ നാ കറൂൺ, ടെൻഷനൊന്നും അടിക്കണ്ട എന്ന്. വേ മേരി മദദ് ഹർ കിസ്ം സെ കർത്തേ രഹെങ്കെ, അവരെൻ്റെ ഹെൽപ്പ് ഏതു വിധേനയാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. യേ ബാത്തേ ജിൻകാ ലിഖ്ന ജറൂരി നഹീ ഥാ, ഇനിയാണ് ഒരു എൻഡിങ്. ഈ കുറേ കാര്യങ്ങളുണ്ടല്ലോ, പടോസി നൈബേഴ്സിനെ കുറിച്ചിട്ടും പല ആൾക്കാരെ കുറിച്ച് എഴുതിയതൊന്നും എഴുതേണ്ട ശരിക്കും ആവശ്യമില്ല. ജിൻകാ ലിഖ്ന ജറൂരി നഹീ ഥാ, അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. സിർഫ് ഇസ്ലിയെ ലിഖി കി ഇൻ ലോഗോं की ദരിയാ ദിലി, എന്താ എഴുതിയ വെച്ചാൽ അവരുടെ ദരിയാ ദിലി പറഞ്ഞാൽ കാരുണ്യവും ഓർ ഹംദർദി സഹതാപവും കാ ശുക്രിയ അദാ ഹോ ജായ്, അവരുടെ ഈ ഒരു കാരുണ്യവും സഹതാപത്തിന് വേണ്ടി ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എഴുതണത്. रात को चिराग नहीं जलते, രാത്രി വിളക്ക് കത്താറില്ല. दिन में चूल्हे नहीं सुलगते, രാവിലെ അടുപ്പ് കത്താറില്ല. जब अनाज ही नहीं तो चूल्हे कहाँ से जले, അനാജ് പറഞ്ഞാൽ ധാന്യങ്ങളില്ലെങ്കിൽ എവിടെ നിന്നാണ് അടുപ്പ് കത്തുക. മക്കാനോ കെ മാലിക് മാർ ഡാലെ ഗए हैं, വീടുകളിലെ ഉടമസ്ഥന്മാരെയൊക്കെ കൊന്നിട്ടുണ്ട്. വേ ഹോത്തെ തോ ഘറോമേ ഗല്ല പാനി ആത്ത, ഗല്ല പറഞ്ഞാൽ ധാന്യങ്ങൾ, അവർ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ വീടുകളിൽ ധാന്യങ്ങളും വെള്ളവും വന്നിരുന്നു. ഗാലിബ്, ഇനി സ്വന്തം അവസ്ഥ അല്ലെങ്കിൽ സ്വന്തം കാര്യമാണ് പറയണേ. ഗാലിബ് ജിസ്കെ ഇസ് ഷെഹർ മേ ഹസാരോ ദോസ്ത് ഹെ, കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും ഈസ് തൻഹായി ഓർ അക്കേലേപ്പൻ മേ സിർഫ് അപ്നി കലം കെ സഹാരെ ഹി ജിന്ദ ബച്ചാ രഹ ഗയാ ഹെ, ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഈ ഒരു ഒറ്റപ്പെടൽ, തൻഹായി ഓർ അക്കേലേപ്പൻ പറഞ്ഞാൽ ഒറ്റപ്പെടലിനും എൻ്റെ ഈ ഒരു പെന്നാണ്, കലം കെ സഹാര, എൻ്റെ ഈ ഒരു പെന്നും കൊണ്ട് യൂസായിട്ടാണ്, അല്ലെങ്കിൽ പെന്നും കൊണ്ട് കവിതകൾ എഴുതിയിട്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഉസ്കെ സാരേ ദോസ്ത് ഏക് ഏക്കർ മാർ ഡാലേ ഗയെ, അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്നൊന്നായിട്ട് കൊന്നിട്ടുണ്ട്. മേരി ആത്മാമേ അബ് കേവൽ ദുഃഖ് ഹി ദുഃഖ് ഹെ, എൻ്റെ ആത്മാവിൽ വെറും സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. മേ അപ്ന ബിസ്തർ ഓർ കപ്പടെ ബേച്ച് കർ ജിന്ദഗി ഗുജാർ രഹാ ഹോ, ഞാൻ എൻ്റെ കിടക്കയും തുണികളും വിറ്റിട്ടാണ് ജീവിക്കുന്നത്. ദൂസരെ ലോഗ് ജിസ് തരാ സെ റോട്ടിയാ ഖാത്തെ ഹെ मैं കപ്പടെ ഖാ രഹാ ഹൂം, മറ്റുള്ളവർ എങ്ങനെയാണോ റൊട്ടി കഴിക്കുന്നത് ഞാൻ തുണിയാണ് കഴിക്കുന്നത്, അതായത് തുണികളെ വിറ്റിട്ട് ഉള്ള കിട്ടണ പൈസയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഡർത്താ ഹോം കി ജബ് സബ് കപ്പടെ ഖാ ലൂങ്ക തോ നംഗാ ഹി ഭൂക്ക മർ ജാഊങ്ക, പക്ഷേ ഇപ്പോൾ എന്താ പേടി എന്ന് വെച്ചാൽ തുണികളൊക്കെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നഗ്നനായിട്ട് തന്നെ വിശന്ന് മരിച്ചു പോകും എന്നാണ് പറയുന്നത്.